ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ICDS സൂപ്പർവൈസറിൻ്റെ PSC എക്സാമിന് വരുന്ന സോഷ്യോളജി സിലബസ്, അതിലെ ആദ്യത്തെ ഭാഗം ഫാമിലിയാണ്. അപ്പോൾ ഫാമിലി, ടൈപ്പ് ഓഫ് ഫാമിലി, ഡെഫിനിഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, ഫങ്ഷൻസ്, ഇതൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് പല പാർട്ടായിട്ട് ഇടാം. അപ്പോൾ ഫാമിലി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫാമിലി ഈസ് ആൻ ഇൻറ്റിമേറ്റ് ഡൊമസ്റ്റിക് ഗ്രൂപ്പ് made up of people related to one another by bonds of blood, sexual, mating or legal ties. അതായത് ഫാമിലി എന്ന് പറഞ്ഞാൽ വളരെ അടുപ്പമുള്ള കുടുംബ ബന്ധമുള്ള ഗ്രൂപ്പാണ്. അതിലെ ആളുകൾ പരസ്പരം രക്തബന്ധമുള്ളവർ, സെക്ഷുവൽ റിലേഷൻ അല്ലെങ്കിൽ അതായത് ഹസ്ബൻഡ് വൈഫ്, നിയമപരമായി ബന്ധങ്ങളുള്ള ആളുകൾ കൂടെ താമസിക്കുന്നതാണ് കുടുംബം. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ആൻഡ് മോസ്റ്റ് ബേസിക് സോഷ്യൽ യൂണിറ്റ്. അപ്പോൾ നമ്മളുടെ സോഷ്യൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുത് അല്ലെങ്കിൽ ബേസിക് സോഷ്യൽ യൂണിറ്റ്, വല്ല ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണിത്. വിച്ച് ഈസ് ഓൾസോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൈമറി ഗ്രൂപ്പ്. അതായത് നമ്മുടെ ഏറ്റവും പ്രാഥമിക ഗണം, നമ്മൾക്ക് വളരെ ക്ലോസ് റിലേഷൻ, അറ്റാച്ച്മെൻ്റ് ഉള്ളത്, ഫേസ് ടു ഫേസ് റിലേഷനുള്ള ബന്ധമുള്ള ഏറ്റവും സ്മോളസ്റ്റ് ബേസിക് യൂണിറ്റാണ് കുടുംബം. ഫൗണ്ട് ഇൻ എനി സൊസൈറ്റി. നമുക്ക് ഏത് സമൂഹത്തിലും ഇങ്ങനെയുള്ള പ്രൈമറി ഗ്രൂപ്പ് കുടുംബം എന്നുള്ള പേരിൽ നമുക്ക് കാണാം. അതുപോലെ നമുക്ക് എലമെൻ്ററി ഗ്രൂപ്പാണ്. അത് ഏറ്റവും സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് എലമെൻ്ററി ഗ്രൂപ്പ് ഫൗണ്ട് ഇൻ എ സൊസൈറ്റി. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അതുപോലെ ഇറ്റ് ഈസ് എ സോഷ്യൽ ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് ഫാദർ, മദർ ആൻഡ് വൺ ഓർ മോർ ചിൽഡ്രൻ. അപ്പോൾ ഒരു പിതാവ്, മാതാവ്, ഒന്നോ അതിലധികമോ മക്കളോ ഉള്ള ഒരു യൂണിറ്റ്, ഒരു സോഷ്യൽ ഗ്രൂപ്പ്, അതിനെയും നമുക്ക് കുടുംബം എന്ന പേരിൽ വിളിക്കാം. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അവൻ കാണുന്ന അല്ലെങ്കിൽ അവൻ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് കുടുംബം. അതുകൊണ്ടാണ് അതിനെ ഇമ്മീഡിയറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്മീഡിയറ്റ് ഗ്രൂപ്പ് എ ചൈൽഡ് ഈസ് എക്സ്പോസ് ടു. ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടിക്ക് ജന്മനാ കിട്ടുന്ന ഒരു ഗ്രൂപ്പാണ് കുടുംബം. ഇൻ ഫാക്ട് ഇറ്റ് ഈസ് ദ മോസ്റ്റ് എൻഡ്യൂറിങ് ഗ്രൂപ്പ് വിച്ച് ഹാസ് ട്രെമൻഡസ് ഇൻഫ്ലുവൻസ് ഓൺ ദ ലൈഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തി ജനനം മുതൽ മരണം വരെ അവൻ ഏറ്റവും അംഗത്വമുള്ള ഒരു ഗ്രൂപ്പ്, ലോങ് ലാസ്റ്റിംഗ് എൻഡ്യൂറിങ് ഗ്രൂപ്പ്, അതുപോലെ അവനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഫാമിലി. ഇൻഫാക്ട് ഇറ്റ് ഈസ് ദ മോസ്റ്റ് എൻഡ്യൂറിങ് ഗ്രൂപ്പ് വിച്ച് ഹാസ് ട്രെമൻഡസ് ഇൻഫ്ലുവൻസ് ഓൺ ലൈഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. എവിടം തുടങ്ങി? ഫ്രം ബർത്ത് അൻറ്റിൽ ഡെത്ത്. അപ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരും. വൺ വേർഡിൽ അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ ഇതെല്ലാം വായിച്ച് നോക്കിയിട്ട് വേണം പോകാൻ. ഇറ്റ് ഈസ് ഓൾസോ അക്കൗണ്ട്സ് ഫോർ ദ മോസ്റ്റ് എൻഡ്യൂറിങ് സോഷ്യൽ റിലേഷൻഷിപ്പ് ഫൗണ്ട് ഇൻ സൊസൈറ്റി. അപ്പോൾ നിങ്ങൾക്കറിയാം, ലോങ് ലാസ്റ്റിംഗ് സോഷ്യൽ റിലേഷൻഷിപ്പുള്ള ഒന്നാണ് ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ നമുക്ക് ഇനി ഫാമിലിയെ എങ്ങനെയൊക്കെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. കുറച്ച് ഡെഫിനിഷൻസ് ഇവിടെ നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈസിയാണ് എന്ന് തോന്നുന്ന നിർവചനങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. മറ്റതെല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഫാമിലി എന്ന് പറഞ്ഞാൽ സെക്ഷുവൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് മീറ്റിംഗ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് പറയുന്നതാണ് മാക്വൈവർ. അത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയത്? കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്തുകൊണ്ട് വരുവാനോ അല്ലെങ്കിൽ പ്രത്യുൽപാദന കർമ്മത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണ് എന്നാണ് മാക്വൈവർ പറയുന്നത്. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങളിത് വായിച്ചു വെക്കുക. ഫാമിലി ഈസ് എ ഗ്രൂപ്പ് ഡിഫൈൻഡ് ബൈ സെക്ഷുവൽ റിലേഷൻഷിപ്പ് സഫിഷ്യൻ്റ്ലി പ്രിസൈസ് ആൻഡ് എൻഡ്യൂറിങ് to provide for the procreation and upbringing of children. പ്രത്യുൽപാദനത്തിനും കുഞ്ഞുങ്ങളെ അപ്ബ്രിങ്ങിങ് ചെയ്യാൻ, വളർത്തിക്കൊണ്ടുവരുവാനും വേണ്ടി കൃത്യമായത് പ്രിസൈസായിട്ട് എൻഡ്യൂറിങ് ലോങ് ലാസ്റ്റിങ്ങുമായ ഒരു ബന്ധം, അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെയാണ് ഫാമിലി എന്ന് പറയുന്നത് മാക്വൈവർ. ഇനി റോബർട്ട് ബെസ്റ്റൻ പറയുന്നത് ഫാമിലി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് വിതൗട്ട് ക്വസ്റ്റ്യൻ
നമുക്കൊരു തർക്കമില്ലെന്നാണ് പറയുന്നത്. എല്ലാ ഗ്രൂപ്പിനെ പോലെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് എനി ഗ്രൂപ്പ് ദാറ്റ് ഹ്യൂമൻ എക്സ്പീരിയൻസ് ഓഫർ. ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഫാമിലിയുമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഫാമിലി നമുക്ക് വേണ്ടിയും നിലനിൽക്കുന്നതാണ്. ദ ഫാമിലി ഈസ് വിത്ത് അസ് ഓൾവേസ്. കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാവും. ഓർ മോർ പ്രിസൈസ്ലി, കൃത്യമായിട്ട് പറഞ്ഞാൽ വി ആർ വിത്ത് ഇറ്റ്. നമ്മൾ അതിൻ്റെ കൂടെയും ഉണ്ട്. കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ ജന്മനാ നമ്മുടെ കൂടെയുള്ളൊരു ഗ്രൂപ്പാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ അതിൽ വഴക്ക്, പിണക്കങ്ങൾ, മാറി താമസിക്കലുണ്ടെങ്കിൽ കുടുംബ ബന്ധങ്ങൾ അത് മാറുന്നില്ല. ഒരാവശ്യം വരുമ്പോൾ ചിലപ്പോൾ അവരെല്ലാം ഓടിയെത്തിയെന്ന് വരും, നമ്മളും അങ്ങോട്ടും ചെന്നിരിക്കും. അപ്പോൾ ഇതാണ് റോബർട്ട് ബേസ്റ്റർ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞ നിർവചനം. ഇനി MF നിംകോഫ്, ഇതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് പറയുന്ന ഫാമിലിയുടെ ഡെഫിനിഷൻ. ഫാമിലി ഈസ് എ മോർ ഓർ ലെസ് ഡ്യൂറബിൾ അസോസിയേഷൻ. ചിലപ്പോൾ അങ്ങേയറ്റം വരെ നിൽക്കാം, ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് മാറിപ്പോയേക്കാം. മോർ ഓർ ലെസ് ഡ്യൂറബിൾ എന്നാലും ഇത്തിരി ലോങ് ലാസ്റ്റിംഗ് തന്നെയാണ്. ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ബന്ധം. അവർ വിത്ത് ഓർ വിത്തൗട്ട് ചൈൽഡ്. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമുള്ളെങ്കിലും നമ്മൾ അതിനൊരു കുടുംബമെന്ന് പറയും, കുട്ടികളില്ലെങ്കിലും. ഇനി കുട്ടി ഉണ്ടെങ്കിലും നമ്മൾ കുടുംബമെന്ന് പറയും. ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ ഒരാൾ, നമ്മളിപ്പോൾ പറയുമല്ലോ സിംഗിൾ മദർ എന്ന് പറയുമല്ലോ, അവർ ഡിവോഴ്സ് ആകുകയോ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെടുകയോ ഭാര്യ മരണപ്പെടുകയോ ചെയ്താൽ ഒരു സിംഗിൾ പാരൻ്റ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിലും അതിനെ കുടുംബമെന്ന് തന്നെയല്ലേ പറയുന്നത്. ഓഫ് എ മാൻ ഓർ വുമൺ എലോൺ വിത്ത് ചിൽഡ്രൻ. ഇപ്പോൾ ഒരു സ്ത്രീ തൻ്റെ മക്കളുമായി ജീവിക്കുന്നതും കുടുംബം തന്നെയാണ്. ഒരു പുരുഷൻ തൻ്റെ മക്കളുമായി ജീവിക്കുന്നതും കുടുംബം തന്നെയാണ്. അല്ലെങ്കിൽ മക്കളില്ലാത്ത ദമ്പതിമാർ ഒന്നിച്ച് ജീവിക്കുന്നതും കുടുംബം തന്നെയാണെന്നാണ് MF നിംകോഫ് നൽകിയിരിക്കുന്ന നിർവചനം. ഇലിയറ്റ് ആൻഡ് മെറിൽ തന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഫാമിലി ഈസ് ദ ബയോളജിക്കൽ സോഷ്യൽ യൂണിറ്റ് ആണ്, കമ്പോസ്ഡ് ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിത്ത് ചിൽഡ്രൻ. ഇനി മറ്റൊന്ന് നമുക്ക് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ബർഗസ് ആൻഡ് ലോക്കാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഫാമിലി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ, ഒരു കൂട്ടം ആളുകൾ. അവർ തമ്മിലുള്ള ബന്ധം ഒന്നില്ലെങ്കിൽ മാരേജിലൂടെ ആയിരിക്കാം. യുണൈറ്റഡ് ടൈസ് ഓഫ് മാരേജ്. കാരണം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവിടെ കൊണ്ടുവരികയാണെങ്കിൽ ആ വീട്ടിൽ ആ കുട്ടിക്കുള്ള അംഗത്വം എന്താണ്? ത്രൂ മാരേജിലൂടെയാണ്. ബ്ലഡ്. ഇനി രക്തബന്ധം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ച വീട് രക്തബന്ധം. ഇനി അല്ല എങ്കിൽ ആ കുട്ടി ഇവിടെ ജനിച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടിയെ ദത്തെടുത്താലും അഡോപ്ഷനിലൂടെ ആ കുട്ടി ആ ഫാമിലിയിലെ അംഗമാണ്, ആ ഗ്രൂപ്പിലെ അംഗമാണ്. കോൺസ്റ്റിറ്റ്യൂട്ടിങ് എ സിംഗിൾ ഹൗസ് ഹോൾഡ്. ആ ഹൗസ് ഹോൾഡിൽ അംഗത്വം ലഭിക്കുന്നു. ഇൻട്രാക്റ്റിംഗ് ആൻഡ് ഇൻ്റർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഈച്ച് അതർ. മറ്റുള്ളവരുമായി ഇടപഴകുന്നു, ആശയവിനിമയം നടത്തുന്നു. ഇൻ ദ റെസ്പെക്റ്റീവ് സോഷ്യൽ റോൾ. ഇപ്പോൾ അവിടെ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു തന്നാൽ അവിടെ ഒരു മരുമകൾ, ഭാര്യ, അങ്ങനെയുള്ള റോള് കൈകാര്യം ചെയ്യുന്നു. ഇനിയിപ്പോൾ ഏതാണ് റോൾ, ആ വ്യക്തിയുടെ റോൾ എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് പെരുമാറുന്നു. റെസ്പെക്റ്റീവ് ഓഫ് സോഷ്യൽ റോൾ ഓഫ് ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെ റോൾ എടുക്കുന്നു, വൈഫാണെങ്കിൽ വൈഫിൻ്റെ റോള്, അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ റോള്, അമ്മയാണെങ്കിൽ അമ്മയുടെ റോള്, ഒരു കുട്ടി മകനാണെങ്കിൽ അവൻ്റെ റോള്, മകളാണെങ്കിൽ. അപ്പോൾ ഏത് റോളാണോ ഉള്ളത് അതനുസരിച്ച് പെരുമാറുന്നു. ബ്രദർ ആൻഡ് സിസ്റ്റർ ക്രിയേറ്റിംഗ് എ കോമൺ കൾച്ചർ. അങ്ങനെ ഒരു പൊതുവായ ഒരു സംസ്കാരം. നമുക്കറിയാം ഒരു സഹോദരൻ എങ്ങനെയാണ് മറ്റു സഹോദരികളോടും ഒക്കെ പെരുമാറേണ്ടത്. നമ്മുടെ ഒരു സംസ്കാരമാണ്, അത് ആ ഒരു രീതിയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ കുടുംബമാണ് അതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് ബർഗസ് ആൻഡ് ലോക്കിൻ്റെ. ഇനി അടുത്തത് ഫാമിലി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ. കിങ്സ്ലി ഡേവിസിൻ്റെ ഡെഫിനിഷനാണ്. ഫാമിലി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഹൂസ് റിലേഷൻ ടു വൺ അനദർ ആർ ബേസ്ഡ് അപ്പോൺ കോൺസാങ്ക്യുനിറ്റി. കോൺസാങ്ക്യുനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് റിലേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധം ബ്ലഡ് റിലേഷനോ ആകാം, ഹു ആർ ദെയർ ഫോർ കിൻ ടു വൺ അനദർ. അപ്പോൾ അവിടെ രക്തബന്ധം മാത്രമല്ല കേട്ടോ, അവിടെ അഫിനൽ കിൻഷിപ്പും കൂടിയുണ്ട്. അതുകൊണ്ടാണ് ബന്ധം ആൻഡ് ഹൂ ആർ ദെയർ ഫോർ കിൻ ടു വൺ അനദർ. ഏകദേശം മാട്രിയാർക്കൽ ഫാമിലിയെക്കുറിച്ചാണ് കിങ്സ്ലി ഡേവിസ് ഡെഫിനിഷൻ നൽകിയിരിക്കുന്നത്. ഇനി എന്താണ് കുടുംബം?
അപ്പം നമുക്ക് കുടുംബം എന്താണെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സോഷ്യൽ ഗ്രൂപ്പാണ്. അതിൽ ആരൊക്കെയുണ്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പാരൻസ്, മക്കൾ, ഇങ്ങനെയുള്ള ഒരു യൂണിറ്റ് ആണെന്ന് നമുക്കറിയാം. പിന്നെ നമുക്കതിനെ കറക്റ്റായിട്ട് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി നമ്പർ ഇട്ട് നൽകിയിട്ടുണ്ട്. ഫാമിലി ഈസ് എ യൂണിവേഴ്സൽ ഗ്രൂപ്പ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുമ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് കൊടുക്കേണ്ടതാണ്. ഫാമിലി ഈസ് എ യൂണിവേഴ്സൽ ഗ്രൂപ്പ്. ഏത് സൊസൈറ്റിയിലും, അത് ട്രൈബൽ ആയിക്കോട്ടെ, മോഡേൺ ആയിക്കോട്ടെ, വെസ്റ്റേൺ ആയിക്കോട്ടെ, ഈസ്റ്റേൺ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സമൂഹത്തിലും നമുക്ക് കാണാവുന്ന ഒന്നാണ് ഫാമിലി. അതായത് സാർവത്രിക ഗണമാണെന്നർത്ഥം, എവിടെയും കാണാവുന്നതാണെന്ന്. ഫാമിലി ഈസ് എ യൂണിവേഴ്സൽ ഗ്രൂപ്പ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഒന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കാനാണെങ്കിൽ, ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ സം ഫോം ഓർ ദി അതർ. നമുക്ക് ഇവിടെ കാണുന്ന ഫാമിലിയുടെ ആ ടൈപ്പ് ആയിരിക്കില്ല വേറെ സ്ഥലത്ത്, ഒരു വിധത്തിലോ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലോ, ഇൻ ഓൾ ടൈപ്പ് ഓഫ് സൊസൈറ്റി, വെദർ ഇറ്റ് ഈസ് പ്രിമിറ്റീവ് ഓർ മോഡേൺ. അങ്ങനെ നമുക്ക് എല്ലാ സമൂഹത്തിലും ഏതെങ്കിലും രൂപത്തിൽ ഫാമിലി എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കാണാം. സാർവത്രികമാണ്, അതെല്ലായിടത്തും ഉള്ളതാണ്. ഇനി അടുത്തത്, ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അത് തുടങ്ങുന്നത് ബേസ്ഡ് ഓൺ മാരേജ് ആണ്. അപ്പോൾ നമുക്കറിയാം, ഒരു രണ്ട് കുടുംബത്തിലുള്ള രണ്ട് വ്യക്തികൾ വിവാഹം കഴിച്ച് അവരൊന്നിക്കുമ്പോൾ ഒരു പുതിയ കുടുംബമായി മാറുകയാണ്. വിച്ച് റിസൾട്ട് ഇൻ എ മേറ്റിംഗ് റിലേഷൻഷിപ്പ്. അവിടെ ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്പ് അവർക്ക് ലീഗലായി ലഭിക്കുകയാണ് ബിറ്റ്വീൻ ടു അഡൽട്ട്സ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ്. അപ്പോൾ ഓപ്പോസിറ്റ് സെക്സ് എന്നുള്ളതാണ് നമ്മളിവിടെ ഡെഫിനിഷൻ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഹോമോസെക്ഷൽ മാരേജസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ടു അഡൽട്ട്സ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ്. ഇനി മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ, നമുക്കൊരു കുടുംബമാണ് ഒരു വ്യക്തിക്ക് പേര് നൽകുന്നത്. ഒരു പേര് അല്ലെങ്കിൽ ഒരു നാമധേയം നമുക്ക് ലഭിക്കുന്നത്, കാരണം ഒരു വീട്ടുപേര്, കുടുംബപ്പേര് ഒക്കെ ലഭിക്കുന്നത്. എവറി ഫാമിലി പ്രൊവൈഡ്സ് ആൻ ഇൻഡിവിജ്വൽ വിത്ത് എ നെയിം ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് നൊമൻക്ലേച്ചർ. നമുക്കൊരു തറവാട്ട് പേര്, ഒരു വീട്ടുപേര്, ഒരു ഐഡൻറ്റിറ്റി, ഇത് കിട്ടുന്നത് ഫാമിലിയിലൂടെയാണ്. ഫാമിലിയിൽ ജനിക്കുമ്പോഴാണ് നമ്മൾ ഇന്ന വീട്ടിലെ കുട്ടി, ഇന്ന തറവാട്ടിലെ കുട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫാമിലി ഈസ് ദ ഗ്രൂപ്പ് ത്രൂ വിച്ച് ഡിസെൻഡ് ഓർ ആൻസസ്ട്രി ക്യാൻ ബി ട്രേസ്ഡ്. ഈ വ്യക്തിയുടെ വംശം, പിന്തുടർച്ച, ഇതൊക്കെ മനസ്സിലാക്കുന്നത് കുടുംബത്തിലൂടെയാണ്. ആ കുടുംബം ഏതാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഇത് ഏത് കൂട്ടത്തിലാണ്, ഏത് താവഴിക്രമത്തിൽ വന്നതാണ്, ഏത് വംശാവലിയിലുള്ളതാണ് എന്നുള്ളത്. ഇനി ഫാമിലി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ് ഇൻ എനി ഇൻഡിവിജ്വൽസ് ലൈഫ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഗ്രൂപ്പാണ്. ആ കുട്ടിയുടെ സ്വഭാവം, ആ കുട്ടിയുടെ എല്ലാ ഹാബിറ്റ്സ്, ഇതെല്ലാം ഫിക്സ് ആകുന്നത്, അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ, സാമൂഹ്യവൽക്കരണം ലഭിക്കുന്നത്, ഭാഷ പഠിക്കുന്നത്, മതചിന്തകൾ അല്ലെങ്കിൽ സാംസ്കാരിക ചിന്തകൾ, ഇതൊക്കെ മൂല്യങ്ങൾ, മൊറാലിറ്റി, ഇതെല്ലാം ലഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ് ഇൻ എനി ഇൻഡിവിജ്വൽസ് ലൈഫ്. അതുപോലെ തന്നെ മറ്റൊരു പ്രാധാന്യം, ഇപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു പിന്തുടർച്ച പോലെ തന്നെ, ഫാമിലി ഈസ് ദ മോസ്റ്റ് ബേസിക് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ് ഇൻ പ്രൈമറി സോഷ്യലൈസേഷൻ. പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞ് കുട്ടി തൻ്റെ ചുറ്റുമുള്ള കുടുംബാംഗങ്ങളിൽ നിന്നാണ് കുട്ടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്, ഈ ലോകത്തെ നോക്കിക്കാണുന്നത്, അതുപോലെ തന്നെ ഭാഷ പഠിക്കുന്നത്, അതുപോലെ ഓരോ സാംസ്കാരിക രീതികൾ, ഹാബിറ്റ്സ് ആ കുടുംബം ശീലിപ്പിക്കുന്നതനുസരിച്ചാണ് ആ വ്യക്തിക്ക് ലഭിക്കുന്നത്. എ ഫാമിലി ഈസ് ജനറലി ലിമിറ്റഡ് ഇൻ സൈസ്. ഇപ്പോൾ വലിയൊരു കൂട്ടുകുടുംബമാണെങ്കിലും നമുക്ക് എണ്ണാൻ പറ്റും, ആ കുടുംബത്തിലെ അംഗങ്ങളെ എത്ര എന്നറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിനെ ലിമിറ്റഡ് സൈസ് എന്നാണ് നമ്മൾ പറയുന്നത്. അത് വലിയ എണ്ണാൻ പറ്റാത്തത്ര ആളുകളൊന്നും ഒരു കുടുംബത്തിൽ ഉണ്ടാവില്ല. അതൊരു ജോയിൻറ്റ് ഫാമിലി ആണെങ്കിലും, ലാർജ് ഫാമിലി ആണെങ്കിലും, എക്സ്റ്റെൻഡഡ് ഫാമിലി ആണെങ്കിലും ഒക്കെ. ഇനി ഫാമിലി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ് ഇൻ സൊസൈറ്റി. ഇറ്റ് ഈസ് ദ ന്യൂക്ലിയസ് ഓഫ് ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓർഗനൈസേഷൻ ഓർ ഗ്രൂപ്പ്. നമുക്കറിയാം സൊസൈറ്റിയിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മതപരമായ സ്ഥാപനം, വിദ്യാഭ്യാസ സ്ഥാപനം, തൊഴിൽപരമായ സ്ഥാപനങ്ങൾ, സംഘടനകൾ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി സ്ഥാപിച്ച വ്യവസ്ഥയാണ്, സിസ്റ്റത്തെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കുടുംബം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. മാരേജ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്.
ഇതിൻ്റെ എല്ലാം കേന്ദ്ര ബിന്ദു കുടുംബമാണ്, ന്യൂക്ലിയസ് ആണ്. നമുക്കറിയാലോ, നമ്മളിപ്പോൾ ഒരു മതപരമായ സ്ഥാപനം എടുക്കുക, അത് പല കുടുംബങ്ങൾ ചേർന്നാണ് മതപരമായ സ്ഥാപനം ഉണ്ടാകുന്നത്. പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും പല കുടുംബങ്ങൾ ആണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ബേസിക് ഘടകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് കുടുംബം തന്നെയാണ്. ഫാമിലി ഈസ് ബേസ്ഡ് ഓൺ ഇമോഷൻസ് ആൻഡ് സെൻറ്റിമെൻറ്റ്സ്. കുടുംബത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈകാരിക ബന്ധമാണ്. അവിടെ നമ്മൾ ആളുകളെ സ്നേഹിക്കുന്നതും നമുക്കൊരുപാട് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. സെൻറ്റിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അച്ഛനോടും അമ്മയോടും അല്ലെങ്കിൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് ജീവൻ തന്നെ നമ്മൾ കളയും, ത്യാഗം ചെയ്യും. അപ്പോൾ ഫാമിലി എല്ലാം നമുക്ക് വളരെ ഇമോഷണലാണ്, വളരെ അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഉണ്ട് ഫാമിലിയോടെ. അതുപോലെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ സെക്ഷുവൽ റിലേഷൻഷിപ്പ്, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ തമ്മിൽ ഉള്ള ബന്ധം എന്ന് പറഞ്ഞാൽ മീറ്റിംഗ്, സെക്ഷുവൽ റിലേഷൻഷിപ്പുണ്ട്. കുഞ്ഞുങ്ങൾ, പ്രത്യുൽപാദന ധർമ്മമുണ്ട്. അതുപോലെ നമുക്ക് അച്ഛനോടും അമ്മയോടും ഒക്കെ വളരെ പിതൃഭക്തി, മാതൃഭക്തി, മാറ്റേണൽ ആൻഡ് പാറ്റേണൽ ഡിവോഷൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങളോട് സ്നേഹം, അഫെക്ഷൻ, ഇതൊക്കെ നമുക്ക് ഫാമിലിയിലുള്ളതാണ്. വളരെ ഇമോഷണലാണ് ഫാമിലി. ഫാമിലി ഈസ് എ യൂണിറ്റ് ഓഫ് ഇമോഷണൽ ആൻഡ് എക്കണോമിക് കോഓപ്പറേഷൻ. അപ്പോൾ ഇമോഷണൽ ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്നതൊന്നും ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെയാണ്. ഇപ്പോൾ ഏറ്റവും ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ അമ്മ രാവിലെ തുടങ്ങി രാത്രി വരെ ജോലി ചെയ്യുന്നത് ഒന്നും ആഗ്രഹിക്കാതെയാണ്. മക്കളത് കൊണ്ടൊന്ന് തരുമെന്നോ അല്ലെങ്കിൽ മക്കളിൽ നിന്ന് അത് കിട്ടുമെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ല മക്കൾക്ക് വേണ്ടി ചെയ്യുന്നു. അതുപോലെ ഭർത്താവിന് വേണ്ടി ചെയ്യുന്നു. അതുപോലെ എക്കണോമിക്കലി അവിടെ ഒരു കണക്ക് പറച്ചിലൊന്നുമില്ല. ബേസിക്കായിട്ട് കോമൺ ആയിട്ട് പറയുകയാണ്, അങ്ങനെ ചെയ്യുന്ന കണക്ക് പറയുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നമുക്ക് എടുക്കുമ്പോൾ കോമൺ ആയിട്ട് പറയുമ്പോൾ നമുക്ക് പറയാം, അങ്ങനെയുള്ള കണക്ക് പറച്ചിലുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കുടുംബങ്ങളും ആണ് കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഈച്ച് മെമ്പർ ഓഫ് ദ ഫാമിലി ഷെയർ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതുപോലെ നമ്മളുടെ കടമകളും ഉത്തരവാദിത്വങ്ങളും നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുന്നു കുടുംബത്തിൽ. എവരി ഫാമിലി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആൻഡ് ഓർ വൺ ഓർ മോർ ചിൽഡ്രൻ, ബോത്ത് നാച്ചുറൽ ഓർ അഡോപ്റ്റഡ്. ഇപ്പോൾ കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധം, അതുകൂടാതെ കുട്ടികൾ, ഇനി അവർക്ക് ജനിച്ച കുട്ടികളല്ലെങ്കിൽ അഡോപ്റ്റഡ് ആയ കുട്ടികൾ ഒക്കെ ഉണ്ടാവും. ഈച്ച് ഫാമിലി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് സോഷ്യൽ റോൾസ് ലൈക്ക് ദോസ് ഓഫ് ഹസ്ബൻഡ്, വൈഫ്, മദർ, ഫാദർ, ചിൽഡ്രൻ, ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ്. അപ്പോൾ ബന്ധങ്ങൾ, ഇതിലെല്ലാം കുടുംബത്തിൻ്റെ അകത്ത് പല സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടായിരിക്കും. ഇനി എന്താണ് ഫങ്ഷൻസ്? ഒരു കുടുംബത്തിൻ്റെ ധർമ്മം എന്താണ്? ഇപ്പം നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ധർമ്മങ്ങൾ കിട്ടി. എങ്കിലും നമ്മൾ പോയിൻ്റായിട്ട് കൊടുക്കുമ്പോൾ സോഷ്യൽ ഗ്രൂപ്പാണ്, ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അതുകൊണ്ട് തന്നെ ഒത്തിരി പെർഫോമൻസ് വേരിയസ് ഫങ്ഷൻസ്. അതിലൊന്ന് പ്രൊക്രിയേഷൻ തന്നെയാണ്. പ്രത്യുൽപാദന ധർമ്മമാണ് ഫാമിലിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പ്രത്യുൽപാദന ധർമ്മം വേണമെങ്കിൽ അവർ ലീഗലി മാരീഡ് ആയിരിക്കണം. മാരേജാണ് ഒരു സാങ്ഷൻ ഫോർ സെക്ഷുവൽ റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ ഒരു കുടുംബം സ്ഥാപിക്കാനുള്ള ഒരു സാങ്ഷൻ ലഭിക്കുന്നതും മാരേജിലൂടെയാണ്. ഇപ്പോൾ ലിവിങ് റിലേഷനൊക്കെ ഒന്നും ആക്സെപ്റ്റബിൾ അല്ല. കാരണം വിവാഹ ബന്ധത്തിലൂടെയാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്, നമ്മൾ സൊസൈറ്റി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, വിച്ച് ഈസ് ഫർദർ റീഇൻഫോഴ്സ് വിത്ത് ദ ബർത്ത് ഓഫ് ചിൽഡ്രൻ. രണ്ടാമത്തേത് പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷനൈസ് ചെയ്യുകയാണ്. അതുപോലെ കൺട്രോൾ ചെയ്യണം ഫാമിലിയിൽ. അല്ലെങ്കിൽ ഈ റീപ്രൊഡക്ഷൻ ലീഗൽ അല്ലാതെ ആയി വരികയാണെങ്കിൽ 16 വയസ്സാകുമ്പോൾ തന്നെ ഒരു കുഞ്ഞിന് ജന്മം നൽകും. പിന്നെ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം നടക്കില്ല, അതിൻ്റെ എക്കണോമിക് കാര്യങ്ങൾ ഇതൊക്കെ നടത്താൻ ഉത്തരവാദിത്വമുള്ള ആൾക്കാരുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ലീഗൽ ഫാദർ മദർ, അത് മെച്യൂരിറ്റി, അവർക്ക് എക്കണോമിക് സപ്പോർട്ട് ഉള്ള ഒരു ഫാമിലി കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഫാമിലി ലെജിറ്റിമൈസ് ദ ആക്ട് ഓഫ് റീപ്രൊഡക്ഷൻ. അപ്പോൾ ഫാമിലി ഹെൽപ്സ് ഇൻ പ്രൊപ്പഗേഷൻ ഓഫ് ഹ്യൂമൻ സ്പീഷീസ്. അപ്പോൾ കുടുംബത്തിലൂടെയാണ് വംശം നിലനിർത്തുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ റേസ് നമുക്ക് പ്രൊക്രിയേഷനിലൂടെ നിർത്താൻ സാധിക്കുന്നത്.
ഫാമിലി പ്രൊവൈഡ്സ് ആൻ ഇൻഡിവിജ്വൽ വിത്ത് ആൻ ഐഡൻറ്റിറ്റി. നമ്മൾ പറഞ്ഞു ഒരു വ്യക്തിക്ക് ഐഡൻറ്റിറ്റി നൽകുന്നത് കുടുംബമാണ്. ജനിക്കുന്നതോടെ മാതാവാര്, പിതാവാര്, കുടുംബപ്പേര്, പിന്നെ ഏത് കമ്മ്യൂണിറ്റിയിലാണ്, മതം, ഇതെല്ലാം ലഭിക്കുന്നത്, ഐഡൻറ്റിറ്റി ലഭിക്കുന്നത് കുടുംബത്തിലൂടെയാണ്. അതുപോലെ തന്നെ ഫാമിലി നെയിം ലഭിക്കുന്നതും ഇറ്റ് ഈസ് ത്രൂ ദ ഫാമിലി ദാറ്റ് എവരി ഫാമിലി നെയിം ഈസ് ക്യാരീഡ്. നമുക്കെല്ലാം വീട്ടുപേര് ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് പകർന്ന് നൽകുന്നത് നമ്മൾ ആ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രമാണ്. ഇനി ഫാമിലി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊട്ടക്ഷൻ ആൻഡ് അപ്ബ്രിങ് ഓഫ് ചിൽഡ്രൻ. ഒരു കുടുംബത്തിനാണ് ഉത്തരവാദിത്വം കുഞ്ഞുങ്ങളെ പ്രത്യുൽപാദന ധർമ്മം നടത്തി കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം കുടുംബത്തിനാണ്. അപ്പോൾ കുടുംബം എന്നൊരു സ്ഥാപനം ഇല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു തെരുവിൽ വളരുന്ന രീതി വരും. അപ്പോൾ ഫാമിലി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏജൻറ്റ് ഓഫ് സോഷ്യലൈസേഷൻ. സാമൂഹ്യവൽക്കരണം, ഒരു കുട്ടിയെ സാമൂഹ്യ വ്യവസ്ഥ പഠിപ്പിക്കുക, സംസ്കാരം പഠിപ്പിക്കുക, ഭാഷ പഠിപ്പിക്കുക, ഇതെല്ലാം പ്രൈമറി സോഷ്യലൈസേഷൻ ലഭിക്കുന്നത് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് കുടുംബത്തിലൂടെയാണ്. അതായത് ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ് അവരാണ് കുട്ടികളെ ഭാഷ പഠിപ്പിക്കുന്നത്, ചട്ടങ്ങൾ പഠിപ്പിക്കുന്നത്, സമൂഹത്തിലെ നിയമങ്ങളും രീതികളും ഒക്കെ പഠിപ്പിക്കുന്നത്. ഇനി ഫാമിലി ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻ്റ് ഏജൻറ്റ് ഓഫ് കൾച്ചറൽ ട്രാൻസ്മിഷൻ. ഇപ്പം നമ്മളുടെ ആ ഒരു ഗ്രൂപ്പിൻ്റെ സംസ്കാരം അടുത്ത ജനറേഷനിലൂടെ പകർന്നു കൊടുക്കുന്നത് കുടുംബമാണ്. അങ്ങനെയാണ് നമുക്ക് കൾച്ചർ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ പകർന്ന് തലമുറകളോളം പകർന്ന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഫാമിലി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സ്ട്രെങ്ത്താണ്. നമുക്ക് ഇമോഷണൽ സൈക്കോളജിക്കൽ സ്ട്രെങ്ത്താണ്. നമുക്ക് ഏതൊരു ആവശ്യത്തിനും നമുക്ക് നമ്മോടൊപ്പം നിൽക്കുന്ന കുടുംബാംഗങ്ങളുണ്ടെങ്കിൽ വളരെയധികം ഒരു സമാധാനമാണ്. ഒരു ആപത്ത് ഘട്ടത്തിൽ നമുക്ക് ഓടി വരാനായിട്ട് കുറച്ച് പേരെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കും. ഇനി ഫാമിലി പ്രൊവൈഡ്സ് ആൻ ഇൻഡിവിജ്വൽ വിത്ത് എ ഹോം. ഇപ്പം നമ്മളൊരു ആൾ ജനിക്കുമ്പോൾ തന്നെ നമുക്കൊരു വീട് കിട്ടുകയാണ്. കാരണം നമ്മൾ ആ വീട്ടിലാണ് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സമൂഹ ബന്ധം, ഒരു കുടുംബ അംഗങ്ങളെ കിട്ടുന്നു, ബന്ധുക്കളെ കിട്ടുന്നു. അപ്പോൾ അത് ഫാമിലിയിലൂടെയാണ്. അതുപോലെ തന്നെ ഫാമിലിയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് തൊഴിൽ വിഭജനം. ഇപ്പം ഇന്നത്തെ സൊസൈറ്റിയെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. പണ്ട് കാലത്താണെങ്കിൽ പുരുഷന്മാർ പുറത്ത് ജോലിക്ക് പോകുന്നു, സ്ത്രീകൾ വീട്ടിൽ പണിയെടുക്കുന്നു, കുഞ്ഞുങ്ങളെ വളർത്തുന്നു. അപ്പം അങ്ങനെയുള്ള ഓരോ ഡ്യൂട്ടിയും ഒബ്ലിഗേഷൻസും ഫാമിലി മെമ്പേഴ്സിനെ പറഞ്ഞു കൊടുക്കുന്നു. ഇതൊരു ഡിവിഷൻ ഓഫ് ലേബർ, തൊഴിൽ വിഭജനം കുടുംബത്തിലൂടെ സാധിക്കുന്നു. പിന്നെ ഒരു വ്യക്തിയുടെ ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ, ഭക്ഷണം, പിന്നെ വിദ്യാഭ്യാസം, ഇതെല്ലാം ബേസിക് നീഡ്സാണ്, എക്കണോമിക് നീഡ്സാണ്. ഇത് ആരാണ് ആ കുട്ടിക്ക് നൽകുന്നത്? കുടുംബം തന്നെയാണ്. അതുപോലെ ദിസ് ഫങ്ഷൻ ഹാസ് അണ്ടർഗോൺ ട്രാൻസ്ഫോർമേഷൻ. ഇന്ന് ഈ ഫങ്ഷനിലെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഒരു കാലത്ത് കുടുംബം എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിരുന്നു. കാരണം അവിടെ അവർ എക്കണോമിക്, ഇപ്പോൾ കൃഷി ചെയ്യുന്നു അല്ലെങ്കിൽ കുടിൽ വ്യവസായം ചെയ്യുന്നു, അവിടെ തന്നെയാണ് അവരുടെ എക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്നത്. പക്ഷേ ഇന്നത് കൺസപ്ഷൻ യൂണിറ്റായി മാറി. നമ്മൾ വാങ്ങിക്കുന്ന ഉപഭോക്താക്കളായി മാറി. അപ്പോൾ ഇതൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നൊരിക്കലും നമുക്ക് വേണ്ടുന്ന വസ്തുക്കൾ നമ്മൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നില്ല. എല്ലാം നമ്മൾ കടയിൽ നിന്ന് പോയി വാങ്ങുകയാണ്. അതിനുവേണ്ടി പണത്തിന് വേണ്ടി നമ്മൾ എവിടെയെങ്കിലും വേറെ സ്ഥലത്ത് ജോലി ചെയ്ത് പണമുണ്ടാക്കുന്നു. റെമ്യൂണറേഷന് വേണ്ടി അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ ജോലി ചെയ്യുന്നു. അപ്പോൾ ഫാമിലി ഈസ് ട്രഡീഷണലി റെസ്പോൺസിബിൾ ഫോർ ദി എഡ്യൂക്കേഷൻ ഓഫ് ദി ചിൽഡ്രൻ. ഒരു കാലത്ത് ഫാമിലി ആയിരുന്നു, എപ്പോഴും അതെ, ഫാമിലിയാണ് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നത്, അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത്, ഭാഷ പഠിപ്പിക്കുന്നത്, അത്യാവശ്യ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. ഫാമിലി ഓൾസോ ഹാസ് എ റിക്രിയേഷണൽ ഫങ്ഷനും ഉണ്ട്. കുടുംബത്തിലാണ് കുട്ടി ഏറ്റവും എൻജോയ് ചെയ്ത് കളിച്ച് വളരുന്നത്. അത് ഫാമിലി എന്ന് പറയുമ്പോൾ കുട്ടികൾ മാത്രമല്ല, മുതിർന്നവർക്കും റിക്രിയേഷണൽ ഫങ്ഷൻ ഫാമിലിയിൽ നിന്ന് ലഭിക്കുന്നു. കൂട്ടുകുടുംബങ്ങൾ, ഫാമിലി ഗ്യാതറിങ്, പിന്നെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ അല്ലെങ്കിൽ അടുത്ത ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ, പിന്നെ ഓണം, അങ്ങനത്തെ ഫെസ്റ്റിവലുകൾ വരുമ്പോൾ, അതുപോലെ വിവാഹം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുടുംബത്തിൽ ആകെ ഒരു റിക്രിയേഷണൽ ഫങ്ഷനാണ്. ഇന്ന് ഒത്തിരിയൊക്കെ മാറി. നമ്മൾ കുടുംബാംഗങ്ങളെ കൂടുതലും ഹോളിഡേയ്സിന് പുറത്ത് കൊണ്ടുപോകുന്നു, ഫിലിം കാണാൻ, നാടകം കാണാൻ, ഡിന്നേഴ്സ്, പാർട്ടിക്കൊക്കെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഫങ്ഷൻസിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ കോമൺ ആയ മാറ്റം കുടുംബത്തിൽ വന്നേക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ എക്കണോമിക് ഫങ്ഷൻ തന്നെയാണ്. എക്കണോമിക് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് ഒന്നില്ലെങ്കിൽ കൃഷി, ഒരു
കുടുംബത്തിൽ എല്ലാവരും ചേർന്ന് കൃഷി ചെയ്യുന്നു, നെല്ല് മറ്റ് പച്ചക്കറികളൊക്കെ ഉൽപ്പാദനം നടത്തുന്നു, അത് വിൽക്കുന്നു, കാശ് സമ്പാദിക്കുന്നു. അപ്പോൾ ഫാമിലി തന്നെയാണ് പ്രിൻസിപ്പൽ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിരുന്നത്. ഇന്നത് ഉപഭോക്താക്കളായി മാറി. ഇന്ന് വർക്കിംഗ് ടുഗെദർ ഇൻ ഇൻ്റഗ്രേറ്റഡ് എക്കണോമിക് എൻ്റർപ്രൈസസിൽ നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ പണ്ട് കാലത്ത് കുടിൽ വ്യവസായം ചെയ്യുന്നവരായിരുന്നു കൂടുതൽ, എണ്ണ ആട്ടുന്നത്, അല്ലെങ്കിൽ കൊല്ലന്മാർ തൻ്റെ വീടുകളിലിട്ട് തന്നെ ആയുധങ്ങളൊക്കെ പണിത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ശർക്കര നിർമ്മാണം, വട്ടി നിർമ്മാണം, കൂട നിർമ്മാണം, തീപ്പെട്ടി, ഇതെല്ലാം തന്നെ നമ്മളുടെ കുടുംബത്തോട് ചേർന്ന് തന്നെയായിരുന്നു. പക്ഷെ അതെല്ലാം മാറി ഇന്ന്. പിന്നെ എഡ്യൂക്കേഷണൽ ഫങ്ഷനും മാറി. കുടുംബത്തിൽ തന്നെയായിരുന്നു ട്രഡീഷണൽ ഫാമിലിയിലൊക്കെ നമുക്ക് എഡ്യൂക്കേഷൻ ലഭിച്ചിരുന്നത് എങ്കിൽ ഇന്ന് ഫോമൽ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സ്കൂളുണ്ട്. കുട്ടികളെ നമ്മൾ LKG തുടങ്ങി, നഴ്സറി ലെവൽ തുടങ്ങി അങ്ങോട്ട് വിടും, പ്രീ സ്കൂൾ സ്റ്റേജ് തുടങ്ങി പുറത്തേക്ക് വിടും. പിന്നെ റെക്രിയേഷണൽ ഫങ്ഷൻ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്, ഇപ്പോൾ ഇൻഡസ്ട്രി ആൻഡ് എക്കണോമിക് പ്രോസ്പെരിറ്റി, ദ ഡിപ്പെൻഡൻസ് ഓൺ ഫാമിലി ഫോർ എൻ്റർടൈൻമെൻറ്റ് ഈസ് റെഡ്യൂസിങ്. അപ്പോൾ നമുക്ക് പുറത്താണ് നമ്മളെപ്പോഴും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പുറത്തേക്ക് പോകുന്നത്. വീട്ടിലെല്ലാവരും ഭയങ്കര ബിസിയാണ്. ദിസ് ക്യാൻ ബി സീൻ ഇൻ ദ ബിസിനസ് ഓഫ് ഫാമിലി, ബിസിനെസ് ഓഫ് ഫാമിലി മെമ്പേഴ്സ് ഓൺ ദെയർ ഫോൺസ് ഈവൻ ബീയിങ് ഇൻ ദ സെയിം ഹോം. ഇന്ന് വീട്ടിൽ റെക്രിയേഷനൊന്നുമില്ല. ഒരു TV ഉണ്ടെങ്കിലും TV ഓണാക്കിയിട്ട് എല്ലാവരും അവനവൻ്റെ ഫോണിലിരിക്കുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഫാമിലിയിൽ ഇപ്പോൾ ഒരു റെക്രിയേഷണൽ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ വ്യവസായവൽക്കരണം തന്നെയാണ് അതിന് ഏറ്റവും പ്രധാന കാരണം. അപ്പോൾ ആളുകൾക്ക് നഗരങ്ങളിലേക്ക് പാർക്കാൻ തുടങ്ങി. റൂറൽ നാട്ടിൻപുറത്തുനിന്ന് നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ നഗരങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. ഇറ്റ് ലെഡ് ടു ദ urbanization and rural to urban migration സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മോഡേണിറ്റി ഗ്രോ, അവിടെ വളരെ ആധുനികത വളരെയല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും താല്പര്യം നഗരങ്ങളിലേക്ക് പോകാനും ന്യൂക്ലിയർ ഫാമിലി, അവനവൻ്റെ ഭാര്യയും ഭർത്താവും തങ്ങളുടെ മക്കളും, അങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് പോയി. ഹൈ ലിവിങ് കോസ്റ്റ് ആർ ഓൾസോ വൺ ഓഫ് ദ മേജർ ഫാക്ടർ ബിഹൈൻഡ് ദ ഗ്രോത്ത് ഓഫ് ന്യൂക്ലിയർ ഫാമിലി. വലിയൊരു കുടുംബത്തെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല, കാരണം ഭയങ്കര ലിവിങ് കോസ്റ്റാണ്. അവിടെ വീട് കിട്ടാനില്ല, കുഞ്ഞ് ഒരു വീടൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതും ഒരു കാരണമായി മാറി. പിന്നെ ഒരുപാട് നിയമങ്ങളിൽ മാറ്റം വന്നു. ശൈശവ വിവാഹ നിരോധനം, അതാണ് ഏറ്റവും ഫസ്റ്റ്. 1929 ദ ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻ ആക്ട് വന്നപ്പോൾ മിനിമം ഏജ് ഓഫ് മാരേജ് അങ്ങ് ഫിക്സ് ചെയ്തു. അപ്പോൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാൻ തുടങ്ങി. പ്രൊഹിബിഷൻ ഓഫ് ഏർലി മാരേജ് ആൻഡ് ഫിക്സിംഗ് ദ മിനിമം ഏജ് ഓഫ് മാരേജ് ബൈ ദ ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻ ആക്ട് ഓഫ് 1929. ആൻഡ് ഹിന്ദു മാരേജ് ആക്ട് മറ്റത് വന്നത് 1955 അത് കുറച്ചും കൂടി ലെങ്തൻഡ് ദ പീരീഡ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ എഡ്യൂക്കേഷനുള്ള സാധ്യതകൾ ഈ രണ്ട് നിയമം വന്നതുകൊണ്ട് സാധ്യമായി. അതുപോലെ തന്നെ അതർ ലെജിസ്ലേഷൻ സച്ച് ആസ് വിഡോ റിമാരേജ് ആക്ട് വന്നു. അതായത് വിധവകൾക്ക് വിവാഹം കഴിക്കാം, അത് 1856 വന്നത്. അതുപോലെ മറ്റൊരു ആക്ട് 1955 വന്നതുപോലെ തന്നെ ഹിന്ദു സക്സഷൻ ആക്ട് വന്നു. അതായത് ഹൈന്ദവ പിന്തുടർച്ച അവകാശം 1956 വന്നു. ഇതൊക്കെ ഫാമിലി ബന്ധങ്ങൾക്ക് ഇൻ്റർപേഴ്സണൽ ബന്ധങ്ങളിൽ ഒരു വ്യത്യാസമൊക്കെ വരുത്തുകയും, അപ്പോൾ ജോയിൻറ്റ് ഫാമിലി എന്നുള്ള സിസ്റ്റത്തിൽ നിന്ന് ആളുകൾ ഒരു ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മാറാൻ കാരണമാവുകയും ചെയ്തു. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ഓഫ്, അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് കേട്ടോ, ഇൻഫ്ലുവൻസ് IN ആണ് കേട്ടോ, ഓഫ് അവിടെ കയറിയതാണ്. ഇൻഫ്ലുവൻസ് ഓഫ് വെസ്റ്റേൺ വാല്യൂ. അപ്പോൾ നമ്മളുടെ പരമ്പരാഗതമായ രീതികളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും മാറി ആധുനിക മൂല്യങ്ങൾ എല്ലാവരും സ്വീകരിക്കാൻ തുടങ്ങിയതോടെ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തിൽ നിന്നൊരു മാറ്റമുണ്ടായി. വാല്യൂസ് റിലേറ്റിംഗ് ടു മോഡേൺ സയൻസ്, അതുപോലെ ആധുനിക ശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. റാഷണലിസം, യുക്തിചിന്തക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഇൻഡിവിജ്വലിസം, വ്യക്തി സ്വാതന്ത്ര്യം, അതുപോലെ സമത്വം, ഫ്രീ ലൈഫ്. കാരണം കൂട്ടുകുടുംബത്തിൽ ഇങ്ങനെ കിടക്കാതെ വളരെ ഒരു ഫ്രീ ലൈഫ്, ഡെമോക്രസി, എല്ലാവർക്കും ജനാധിപത്യപരം എന്ന് പറഞ്ഞാൽ ഈക്വാളിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഫ്രീഡം ഓഫ് വിമൻ, കൂട്ടുകുടുംബത്തിൽ സ്ത്രീകൾക്ക് ഒട്ടും തന്നെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, അവിടെ പുരുഷ മേധാവിത്വമൊക്കെയായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ആ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം തന്നെ മാറി ന്യൂക്ലിയർ ഫാമിലി മാറിയപ്പോൾ തന്നെ കുടുംബ വ്യവസ്ഥയിൽ ഒത്തിരി
മാറ്റങ്ങൾ വന്നു. ഇനി അടുത്ത ടോപ്പിക്കുമായി ഉടനെ വരാം. താങ്ക് യു.